സമാധാന ചർച്ചകളിലൂടെ ഒരുപക്ഷെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാം എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നപ്പോഴാണ് ഏകപക്ഷീയമായി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണം, ഇസ്രായേൽ അമേരിക്ക ടീമിൻ്റെ ആക്രമണം. ഖൊമേനിയുടെ ഓരോ നീക്കവും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംവിധാനം ഉണ്ടായിരുന്നു. ഖൊമേനി എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള ഒരാൾ മാത്രമാണ്. ഒരു സംവിധാനം നിലനിൽക്കുകയും തലപ്പത്തുള്ള ആൾ മാറുകയും ചെയ്താൽ, തലപ്പത്ത് പുതിയ ആളുകൾ വരികയാണെങ്കിൽ തീർച്ചയായും സംവിധാനം മുന്നോട്ട് പോകും. അപ്രതീക്ഷിതമായ മൊമെൻറ്റിൽ പെട്ടെന്ന് ഒരുപക്ഷെ ആക്രമണം ഉണ്ടായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് എങ്കിൽ അയത്തുള്ള ഖൊമേനിക്ക് സുരക്ഷിതമായ ഇടത്തേക്ക് മാറാനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നു. ഖൊമേനിയുടെ വധത്തെ തുടർന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന ഇറാൻ്റെ തെരുവുകളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന അനേകരുടെ ചിത്രം വരുന്നു. ഇതൊക്കെ പ്രോപ്പഗാൻഡ വാർഫെയർ എന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നതാണോ? ആണവായുധം ഉണ്ട് എന്ന് സ്ഥിരീകരണമില്ലാത്തൊരു രാജ്യത്തിന് ആണവായുധം പ്രയോഗിക്കാൻ കഴിയുമോ എന്ന ചോദ്യം കേവലം സാങ്കല്പികമായ ചോദ്യം തന്നെയാണ്. എണ്ണയും പ്രകൃതിവാതകവും വെളിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹോർമൂസ് കടലിടുക്ക് കടന്നെങ്കിലേ പറ്റൂ. ദീർഘകാലത്തേക്ക് നടക്കുന്നത് ഈ സമ്പദ് വ്യവസ്ഥകളെ ബാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള വാങ്ങൽ രാജ്യങ്ങളെ വല്ലാതെ ബാധിക്കും. അമേരിക്കയും ഇസ്രായേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തിരിച്ചടി കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുടെ വിവിധ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളടക്കമുള്ള 27 കേന്ദ്രങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഖമനിയുടെ വധത്തിന് ശേഷം ഇതുവരെ കാണാത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതുമാണ്. ഈ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശകലന വീഡിയോ സാർ നേരത്തെ ചെയ്തതാണ്. എങ്ങനെയാണ് ഈ ഖമനിയെ വധിച്ചത്? ഇത് വലിയ പ്രഹരമായിട്ടുണ്ടോ ഇറാന്? ഇറാനെ സംബന്ധിച്ചിടത്തോളം പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധം ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. യുദ്ധത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ അലി ഖൊമേനി വധിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. കാരണം അപ്രതീക്ഷിതമായ ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്കാണല്ലോ സംഭവിച്ചിരുന്നത്. സമാധാന ചർച്ചകളിലൂടെ ഒരുപക്ഷെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാം എന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നപ്പോഴാണ് ഏകപക്ഷീയമായി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണം, ഇസ്രായേൽ അമേരിക്ക ടീമിൻ്റെ ആക്രമണം. അപ്പോൾ എന്തോ യോഗം ചേർന്നു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന വിവരമാണ്. അത് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. ഖൊമേനിയുടെ ഓരോ നീക്കവും കൃത്യമായി ട്രാക്ക് ചെയ്യാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടായിരുന്ന ഇടത്ത്, അത് കൊട്ടാരത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഖൊമേനിയുടെ വാസഗൃഹത്തിൻ്റെ ദൃശ്യങ്ങൾ ഏറിയൽ വ്യൂവിലൂടെ അമേരിക്കയും ഇസ്രായേലും പുറത്ത് വിടുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഖമേനിയുടെ വധം എന്ന് പറയുന്നത് ഒരുപിടി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഖമേനിക്ക് ശേഷമാർ മുജ്തബ, രണ്ടാമത്തെ മകൻ മുജ്തബ ഖൊമേനി അധികാരത്തിലെത്തും, ആ സ്ഥാനത്തേക്ക് വരുന്നു എന്നതാണ്. ഒരു സക്സഷൻ പ്ലാൻ മുൻകൂട്ടി ചോക്കൗട്ട് ചെയ്തിരുന്നത് കൊണ്ട് അക്കാര്യത്തിൽ കാര്യമായ ആശയക്കുഴപ്പം ഉണ്ടാകുമെന്ന് കരുതാനല്ല. യഥാർത്ഥത്തിൽ ഖൊമേനി എന്ന് പറയുന്നത് ഒരു സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള ഒരാൾ മാത്രമാണ്. ഒരു സംവിധാനം നിലനിൽക്കുകയും തലപ്പത്തുള്ള ആൾ മാറുകയും ചെയ്താൽ, തലപ്പത്ത് പുതിയ ആളുകൾ വരികയാണെങ്കിൽ തീർച്ചയായും സംവിധാനം മുന്നോട്ട് പോകും. അതാണ് ആത്യന്തികമായ ഒരു ബാക്കി പത്രം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ആത്മവിശ്വാസം എത്രത്തോളം ഡെൻറ്റ് ചെയ്യപ്പെടുന്നു ഖമേനിയുടെ വധത്തെ തുടർന്ന് എന്നത് മാത്രമാണ് ചോദ്യം. എപ്പോഴും യുദ്ധത്തലവൻ, പടത്തലവൻ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ രാജാവ് ഒക്കെ മുൻകാലങ്ങളിൽ വധിക്കപ്പെടുമ്പോൾ രാജ്യം തന്നെ ഒരുപക്ഷെ കീഴടങ്ങുന്ന അവസ്ഥ വരും. ആ രീതിയിലല്ല ആധുനിക യുദ്ധം മുന്നോട്ട് പോകുന്നത്. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്ന രീതിയിലൊക്കെ ഇറാന് പദ്ധതികൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ഖമേനിയുടെ വധം ഒരു നിർണായകമായ വഴിത്തിരിവാണ്. അമേരിക്കയുടെ വാശി തീർത്തിരിക്കുന്നു. അമേരിക്ക നോക്കുന്ന 1-ാം നമ്പർ ലോക നോട്ടപ്പുള്ളി. കലാകാലങ്ങളിൽ അത് പലരായിരുന്നു. ഒരിക്കൽ സദ്ദാം ഹുസൈൻ ആയിരുന്നു, പിന്നീട് കേണൽ ഗദ്ദാഫിയായി, അങ്ങനെ മാറി വരുന്നു. ഇപ്പോൾ അത് ഖൊമേനിയാണ്. ഖൊമേനി വധിക്കപ്പെട്ടിരിക്കുന്നു. അമേരിക്കയുടെ വാശി അവിടെ തീർത്തിരിക്കുന്നു. ഒരു കണക്ക് അവിടെ തീർത്തിരിക്കുന്നു. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന ഖൊമേനിയുടെ ചാൻറ്റിങ്, അത് ഇറാൻ ആകമാനം ഏറ്റുപാടിയ ഒരു ചാൻറ്റിങ് ആണ്. അതിന് പരിഹാരമായിരിക്കുന്നു, കണക്ക് തീർത്തിരിക്കുന്നു എന്ന് പറയാം. പക്ഷേ കാര്യമായ കണക്ക് തീർക്കൽ എന്ന് പറയുന്നത് യഥാർത്ഥ ഭരണമാറ്റം അമേരിക്ക ആഗ്രഹിക്കുന്നത് പോലെയുള്ളത് ഇറാനിൽ ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഈ ഖമനി ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ വധിക്കാനായി എന്നതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ ആദ്യം ആക്രമിപ്പിച്ച ട്രംപിന്റെ തന്ത്രം വിജയം കണ്ടു എന്ന് പറയാനാകുമോ? ഇസ്രയേലിനെ കൊണ്ട് ആക്രമിപ്പിക്കുകയും പിന്നീട് അമേരിക്ക ജോയിൻ ചെയ്യുക എന്നതായിരുന്നു ഒറിജിനൽ പദ്ധതി. എന്നാൽ ഇപ്പോൾ സംയുക്തമായ ഇസ്രയേലി ആൻഡ് അമേരിക്കൻ അറ്റാക്ക്, അതൊരു വൻ ബോംബാർഡ്മെൻ്റാണ്. അതുകൊണ്ടാണ് അയത്തുള്ള ഖൊമേനി കൊല്ലപ്പെട്ടത്. അപ്രതീക്ഷിതമായ മൊമെൻറ്റിൽ പെട്ടെന്ന് ഒരുപക്ഷെ ആക്രമണം ഉണ്ടായി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് എങ്കിൽ അയത്തുള്ള ഖൊമേനിക്ക് സുരക്ഷിതമായ ഇടത്തേക്ക് മാറാനുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നു. ഇപ്പോൾ ചർച്ചകൾ ഒരു വലിയ എൻറ്റൈസിങ് ഒരു നിലയിലേക്ക് നിർത്തി നിൽക്കുകയാണ്. ഒരുപക്ഷെ യുദ്ധം ഉടനെ ഉണ്ടാവില്ല. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇസ്രായേലിൽ വരുന്നു, മാർക്കോ റൂബിയോ ഇസ്രായേൽ എത്തുന്നു, ചർച്ച ചെയ്യുന്നു. അതിനെല്ലാം ശേഷം ചില
തീർച്ചമൂർച്ചകൾ വരുത്തിയതിനു ശേഷം മാത്രം യുദ്ധം എന്ന ഒരു കണക്കുകൂട്ടലിലായിരുന്നു ലോകം. ഇറാനും ഏതാണ്ട് സമാനമായ ഒരു ചിന്തയിലായിരുന്നിരിക്കണം. പക്ഷേ ഇവിടെ യുദ്ധം സംഭവിച്ചിരിക്കുന്നു. ട്രംപ് തന്നെ പറഞ്ഞ 10 ദിവസത്തെ ഒരു ടൈം, 10 ദിവസത്തിനുള്ളിൽ കരാറിൽ ഏർപ്പെട്ടില്ല എങ്കിൽ യുദ്ധം എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. ആ 10 ദിവസം പോലും തികയുന്നതിന് മുൻപ് ഏകപക്ഷീയമായി ആക്രമണം നടത്തി എന്ന് പറയുമ്പോൾ അതൊരു മാസീവ് മിലിറ്ററി സ്ട്രാറ്റജിയാണ്. ഒരു പ്രീഎംപ്റ്റീവ്നെസ് അതിനകത്ത് കാണാം. അവിടെ അമേരിക്കയും ഇസ്രായേലും യോജിച്ചു തന്നെയാണ്. മുൻ യുദ്ധത്തിൽ 2025 നടന്ന ഇസ്രായേൽ യുദ്ധത്തിൽ അവസാന നിമിഷം 12 ദിവസം ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നു. 13-ാം ദിവസം അമേരിക്ക അവിടെ ജോയിൻ ചെയ്യുകയാണ്. B-2 ബോംബേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്ഫഹാനിലും മറ്റും ബോംബ് ചെയ്തുകൊണ്ട് ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇപ്രാവശ്യം അങ്ങനെയല്ല. ആദ്യ ദിവസം മുതൽ, ആദ്യ മണിക്കൂറുകൾ മുതൽ തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സംയുക്തമായ ഒരു ആക്രമണം തന്നെയാണ് വന്നിരിക്കുന്നത്. അത് പടിഞ്ഞാറ് നിന്നും തന്നെയാണ് വന്നത്. അതായത് ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചത് അമേരിക്കയുടെ ആക്രമണം വരികയാണെങ്കിൽ തെക്കൻ കടലിൽ നിന്നും, അതായത് ഒമാൻ ഉൾക്കടലിൽ നിന്നും, അവിടെയാണല്ലോ USS എബ്രഹാം ലിങ്കൻ. പക്ഷേ ഇപ്പോൾ USS ജെറാൾഡ് ഫോർഡ് കിടക്കുന്നത് മെഡിറ്ററേനിയൻ കടലാണ്, ഇസ്രായേലിൻ്റെ തീരത്തോടടുപ്പിച്ചാണ്. ആ ഭാഗത്തു നിന്നാണ് ആക്രമണം വന്നത്. ആദ്യ റൗണ്ടിൽ മിസൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചത്. ഏറിയൽ ബോംബാർഡ്മെൻറ്റിന് സാധ്യമാകണമെങ്കിൽ വിമാനങ്ങൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ റൈഡാർ സംവിധാനം, വ്യോമ പ്രതിരോധ മിസൈലുകൾ എല്ലാം തന്നെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യ റൗണ്ടുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്നതാണ്. അതിലേറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രം അയത്തുള്ള അലി ഖൊമേനിയുടെ വാസസ്ഥലം തന്നെയാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. തങ്ങളുടെ ഒരു വലിയ നേതാവിനെയാണ് വധിച്ചിരിക്കുന്നത്. ഇറാൻ അപ്പോൾ ഇനി അടങ്ങിയിരിക്കുമോ, അതോ രണ്ടും കൽപ്പിച്ച് കൂടുതൽ ആക്രമണം അഴിച്ചുവിടുമോ? സ്വാഭാവികമായി നേതാവ് വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തിൻ്റെ ലേശം കുറവുണ്ടാകും. പക്ഷേ രാജ്യത്തെ കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു ഘടകം കൂടിയാണ് ഇത്. ആധ്യാത്മിക നേതാവ് കൂടിയാണ്, മതഘടനകളുടെ തലപ്പത്തുള്ള ഷിയ നേതാവ് കൂടിയാണ് അയത്തുള്ള അലി ഖൊമേനി എന്ന് ഓർക്കണം. അതുകൊണ്ട് വിഘടിച്ച് നിന്ന പല ജനവിഭാഗങ്ങളും ഈ ഒരൊറ്റ കാരണത്താൽ തൽക്കാലത്തേക്കെങ്കിലും യോജിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതേസമയം സമാന്തരമായി അമേരിക്കയൊക്കെ പുറത്തുവിടുന്ന ചിത്രങ്ങൾ ഒരു സൂചനയാണെങ്കിൽ ഖൊമേനിയുടെ വധത്തെ തുടർന്ന് ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന ഇറാൻ്റെ തെരുവുകളിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുന്ന അനേകരുടെ ചിത്രം വരുന്നു. ഇതൊക്കെ പ്രോപ്പഗാൻഡ വാർഫെയർ എന്ന രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നതാണോ, യഥാർത്ഥത്തിൽ അങ്ങനെയാണോ, ആ കോണ്ടെക്സ്റ്റിലാണോ ഇത് സംഭവിച്ച ചിത്രങ്ങൾ എടുത്തത് എന്നതിന് സ്ഥിരീകരണമില്ലാത്ത കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ രാജ്യം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. 40 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാനിൽ. അതുകൊണ്ട് ഖൊമേനിയുടെ വധം തീർച്ചയായും ഇറാനെ കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി തിരിച്ചടിക്കാൻ ഉള്ള പ്രേരണ നൽകും. പക്ഷേ അത് മതിയാകുമോ? അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക കരുത്തിന് മുന്നിൽ ഇറാൻ്റെ തിരിച്ചടി എത്രത്തോളം ശക്തമാകും എന്നത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇറാന് കാര്യമായ വ്യോമസേനയില്ല. അതേസമയം മിസൈൽ സംവിധാനം അതിശക്തമാണ് താനും. ആ മിസൈൽ സംവിധാനമാണ് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ GCC രാജ്യങ്ങൾ ഉൾപ്പെടെ വൻപൻ നാശം വിതയ്ക്കുന്നത് ഈ മിസൈൽ സംവിധാനമാണ്. ഇതുള്ളിടത്തോളം കാലം കുറേയൊക്കെ പ്രതിരോധിച്ച് നിർത്താനും കുറേയൊക്കെ ആക്രമിക്കാനും പ്രത്യാക്രമണം നടത്താനും ഇറാന് സാധിക്കും. തീർച്ചയായും വർദ്ധിത വീര്യത്തോടുകൂടി തന്നെ ഇറാൻ കുറച്ച് നേരത്തേക്കെങ്കിലും, അധിക ദിവസങ്ങൾ ഒരുപക്ഷെ പിടിച്ചു നിൽക്കാനാവില്ല. എയർ സുപ്പീരിയോറിറ്റി എന്നത് ഈവൻ പൂർണ്ണമായി അമേരിക്കയ്ക്ക് അനുകൂലമാണ്. അതേസമയം കരയിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലം ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റായി ഇത് നിലനിർത്താൻ കഴിയും. അവിടെയാവാം ഇറാൻ്റെ ഒരു സൈനികമായ തന്ത്രങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നത്. അതിന് മുൻപ് തന്നെ ഭരണമാറ്റം ഉണ്ടാകണം എന്ന ചിന്തയിലാണ് അമേരിക്ക. ഇപ്പോൾ തന്നെ വലിയ ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. അമേരിക്കയുടെ വിവിധ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളടക്കമുള്ള 27 കേന്ദ്രങ്ങളിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം ഇറാൻ ആണവായുധം പ്രയോഗിക്കുമോ എന്നാണ്. ആണവായുധം അവർക്കുണ്ടോ എന്ന ചോദ്യം മറ്റൊരിടത്ത് നിൽക്കുന്നു. ഉണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ ആണവായുധം പ്രയോഗിക്കുമോ? അതിനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഇറാന് കൈവശം ആണവായുധം ഉണ്ട് എന്ന് സ്ഥിരീകരണമില്ല. സമ്പുഷ്ടീകരിച്ച യുറേനിയം 60%, യുറേനിയം 235, അതൊരു പ്ലൂട്ടോണിയം ഗ്രേഡിലേക്ക് യുറേനിയം 239 ഒക്കെ വരികയാണെങ്കിൽ 90% സമ്പുഷ്ടീകരണം എത്തുകയാണെങ്കിൽ അത് വെപ്പൺ ഗ്രേഡിലേക്ക് മാറുകയാണ്. ആ വെപ്പൺ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. അത് ഘടിപ്പിക്കാൻ സംവിധാനം ഉണ്ടാകണം, പോർമുനയായി മാറ്റാൻ കഴിയണം, അതിന് തക്ക മിസൈൽ സംവിധാനം ഉണ്ടാകണം. അത് ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആണവായുധം ഉണ്ട് എന്ന് സ്ഥിരീകരണമില്ലാത്തൊരു രാജ്യത്തിന് ആണവായുധം പ്രയോഗിക്കാൻ കഴിയുമോ എന്ന ചോദ്യം കേവലം സാങ്കല്പികമായ ചോദ്യം തന്നെയാണ്. ഇനി ഉണ്ട് എങ്കിൽ അത് പ്രയോഗിക്കുമായിരുന്നു ഈ സമയത്ത്. കാരണം ഏറ്റവും അധികം ഇറാൻ എന്ന രാജ്യത്തിൻ്റെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന, ഗവൺമെൻറ്റിൻ്റെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന പരമോന്നത നേതാവ് വധിക്കപ്പെട്ട ഈ സാഹചര്യത്തിൽ ആണവായുധം കൈവശം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു പക്ഷേ ഇറാൻ ആഗ്രഹിച്ച് പോകുമായിരുന്ന സമയങ്ങളാണ്. ഒരു ആക്രമണത്തെയൊക്കെ
തടഞ്ഞു നിർത്താനുള്ള ഡിറ്ററൻറ്റ് എന്ന നിലയിലാണ് യഥാർത്ഥത്തിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കപ്പെടുക. അതുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ? അല്ലാതെ ആക്രമിക്കാൻ വേണ്ടി മാത്രമല്ലല്ലോ. ആണവായുധം കൈവശമുള്ള ഒരു രാജ്യത്തെ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കില്ല എന്നതാണ് എല്ലാ രാജ്യങ്ങളുടെയും ആണവശക്തികളുടെ എല്ലാം ന്യൂക്ലിയർ ഡോക്ട്രിൻ. ഇന്ത്യയുടെ തന്നെ ഡോക്ട്രിൻ നോക്കൂ, നോ ഫസ്റ്റ് യൂസ് ബേസ്ഡ് ഓൺ മിനിമം ക്രെഡിബിൾ ന്യൂക്ലിയർ ഡിറ്ററൻസിന് വേണ്ടിയാണ്, അല്ലാതെ ആക്രമണത്തിന് വേണ്ടിയല്ല, പ്രതിരോധത്തിന് വേണ്ടിയാണ് ആണവായുധങ്ങൾ. ആ ഒരു തത്വം പാലിക്കാൻ വേണ്ടിയാണ് ഇറാൻ ഒരുപക്ഷെ ആണവ പദ്ധതിയിലേക്ക് നീങ്ങിയത് തന്നെ. പക്ഷേ ആണവ രാജ്യമായി മാറിക്കഴിഞ്ഞാൽ ഇറാന് നേരെ ഒരു ആക്രമണവും നടക്കില്ല. അതിന് തിരിച്ചടി ഉണ്ടായാൽ സർവനാശമായിരിക്കും ഫലം. അതുകൊണ്ടാണ് ഇറാൻ്റെ ആണവ പദ്ധതി വളരെ നിർണായകമായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുന്നു എന്ന വാർത്തകളും കൂടി വരുന്നുണ്ട്. ഇത് എത്രത്തോളം വെല്ലുവിളിയാകും ലോകത്തിന്? ഹോർമുസ് കടലിടുക്കാണ് ഇറാൻ്റെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ നിന്നും എണ്ണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറം ലോകത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ, അതായത് ഒമാൻ ഉൾക്കടലിലേക്കും പിന്നീട് അറബിക്കടലിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും പ്രവേശിക്കണമെങ്കിൽ ആ കുപ്പിക്കഴുത്ത് കടക്കണം. ഇറാൻ വടക്ക് ഭാഗത്തും ഒമാൻ ആൻഡ് UAE തെക്ക് ഭാഗത്തുമായി ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഹോർമുസ് കടലിടുക്ക്. കേവലം 33 കിലോമീറ്റർ മാത്രം ശരാശരി വീതിയുള്ള ഇടത്ത് 20 കിലോമീറ്റർ ഇറാൻ്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ആണെന്ന് ഓർക്കണം. അവിടെ ഇറാനാണ് അധികാരം. ഇറാൻ്റെ ഗൺബോട്ടുകൾ, ഇറാൻ്റെ കപ്പലുകൾ, മൈനുകൾ എല്ലാം തന്നെ വ്യാപിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലം എന്ന നിലയിൽ അതുവഴിയുള്ള ഗതാഗതം സുഗമമാകില്ല എന്ന് മുൻകൂട്ടി അറിയാം. മാത്രമല്ല, യുദ്ധമുണ്ടായാൽ ഹോർമുസ് കടലിടുക്ക് തങ്ങൾ അടയ്ക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡ്രില്ല് തന്നെ മുൻകൂട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. ചില മിസൈലുകൾ അയച്ചുകൊണ്ട് ആ ഭാഗത്ത് എങ്ങനെയാണ് കപ്പലുകളെ നേരിടേണ്ടത് എന്നൊക്കെയുള്ള ഒരു മോക്ക് ഡ്രിൽ ഇറാൻ കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നതാനും. ഇപ്പോഴിതാ വൈകി വരുന്ന വിവരം അനുസരിച്ച് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി തടയപ്പെട്ടിരിക്കുന്നു. തടയപ്പെടേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായി കപ്പലുകൾ, ചരക്ക് കപ്പലുകൾ, മറ്റ് പല രാജ്യങ്ങളുടെയും ചരക്ക് കപ്പലുകൾ അതുവഴി നീങ്ങാൻ ഇപ്പോൾ സാധ്യമാവില്ല. കാരണം യുദ്ധസമാനമായ സാഹചര്യമാണ്. കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാവുക. നോക്കൂ, 6-7 രാജ്യങ്ങളുടെയാണ് ചരക്കുകൾ അതുവഴി പോകേണ്ടത്. ലോക എണ്ണ വിപണിയുടെ എണ്ണ നീക്കത്തിൻ്റെ 20% കടന്നു പോകേണ്ടത് ഹോർമുസിലൂടെയാണ്. മറ്റൊരു 20% ചെങ്കടൽ മേഖലയിലൂടെയാണ്, അതായത് ബാബൽ മന്ദബ്, അവിടെയാണ് ഹൂതികൾ നിയന്ത്രിക്കുന്ന സ്ഥലം. ഇത് രണ്ടും അടയ്ക്കപ്പെട്ടാൽ ലോകം എണ്ണ കിട്ടാതെ വല്ലാതെ, ക്രൂഡ് ഓയിൽ ലഭിക്കാതെ വല്ലാതെ ബുദ്ധിമുട്ടും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കാര്യങ്ങൾക്ക് തീപിടിച്ച വിലയാകും. നോക്കൂ, സൗദി അറേബ്യയുടെ ഒരു ഭാഗം, UAE ഒരു ഭാഗം, അത് ഒരു പക്ഷേ സൗദിക്കും UAEക്കും ഓപ്പൺ സീയിലേക്ക് മറ്റ് ഔട്ട്ലെറ്റ് ഉണ്ട്. ഈ പൈപ്പ് വഴി അറബിക്കടലിൽ എത്തിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷേ മറ്റ് രാജ്യങ്ങൾക്ക് ഖത്തർ, ബഹ്റൈൻ, ഇറാഖ്, കുവൈറ്റ് ഈ രാജ്യങ്ങൾക്ക് ഒരു രീതിയിലും UAEയുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ മറ്റു മാർഗങ്ങളില്ല. അവരുടെ എണ്ണയും പ്രകൃതിവാതകവും വെളിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഹോർമുസ് കടലിടുക്ക് കടന്നെങ്കിലേ പറ്റൂ. ദീർഘകാലത്തേക്ക് അത് അടയ്ക്കുന്നത് ഈ സമ്പദ് വ്യവസ്ഥകളെ ബാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള വാങ്ങൽ രാജ്യങ്ങളെ വല്ലാതെ ബാധിക്കും. ലോകത്താകമാനം അതിൻ്റെ റിപ്പർക്കഷൻസ്, ഒരു കാസ്കേഡിംഗ് എഫക്റ്റ് എന്ന രൂപത്തിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് വജ്രായുധം എന്ന നിലയിൽ, ഒരു വലിയ ഒരു തുറുപ്പുചീട്ട് എന്ന നിലയിൽ ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് ഇറാൻ വാചാലമായി സംസാരിക്കുന്നതും ഇപ്പോൾ അടച്ചിരിക്കുന്നതും അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നോക്കിക്കാണാൻ.